അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മജഫദം സലമൽ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി. പ്രിയമുള്ളവരെ, പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 21-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിൽക്കുന്നതിന് വേണ്ടി അതാ രണ്ടാമത്തെ പ്രാവശ്യം, ഒന്നാമത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കാരണവും അതുപോലെ തന്നെ ആളുകളൊക്കെ ഒരുപാട് മരണപ്പെടാൻ തുടങ്ങി തിക്കും തിരക്കും മൂലം. അതുകൊണ്ട് മാലിക് ആ പരിപാടി അവിടെ നിർത്തിവെച്ച് മാലിക് ഇനി തീരുമാനിച്ചു, ഇനി വളരെ സെറ്റപ്പിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ മാലിക് അതാ ആളുകൾക്കൊക്കെ ഒത്തുകൂടാനും ഒരുമിച്ച് കൂടാനും പറ്റിയ വലിയ ഒരു മൈതാനം തന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, മാലിക് നല്ലൊരു സ്റ്റേജൊക്കെ പണിത്, അതിമനോഹരമായ കാണാൻ ഭംഗിയുള്ള രസകരമായ ഒരു സ്റ്റേജ് പണിത് ആ സ്റ്റേജിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സ്വർണ്ണ കസേരയിൽ ഇരുത്തിക്കൊണ്ട് അതാ തൂക്കി വിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പൗരപ്രമാണികളായ പ്രഭുക്കളായ രാജകുമാരന്മാരും രാജാക്കന്മാരും അവരുടെ ഭാര്യമാരുമൊക്കെ ആ സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ കസേരയിട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള വേദി അലങ്കരിച്ചിരിക്കുകയാണ്. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൂക്കി വിൽക്കാനും ലേലം ചെയ്യാനും 2 ഐറ്റംസിലായി നടക്കാൻ പോവുകയാണ്. രംഗം ബഹുമാനപ്പെട്ട അന്തറോദ്ദി മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, ഇരസമിലിപ്പോൾ ഇരുവരും പേശി മുടിയും മുൻ കരുതിയലേല സമയവും നേരിട്ടേ ഇരുതരമായി പലരും വന്നേറ്റി വിളിച്ചാതിൽ ശരശര എന്നങ്ങുടൻ വില കേറിട്ടേ. അങ്ങനെ അതാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലേലം ചെയ്യാൻ ആരംഭിക്കുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അതാ ലേലം വിളി ആരംഭിക്കുകയാണ്. രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു. അങ്ങനെ ഇരുതരമായി പലരും വന്നേറ്റി വിളിച്ചാതിൽ ശരശര എന്നങ്ങുടൻ വില കേറിട്ടേ ശരശര എന്നങ്ങുടൻ വില കേറിട്ടേ. ഓരോരുത്തരും വില കൂട്ടി പറഞ്ഞുകൊണ്ട് ലേലം എവിടേക്കും എത്തുന്നില്ല. ആ സമയം മാലിക് മനസ്സിലാക്കിയത് ഇങ്ങനെ പോയാൽ സംഭവം പ്രശ്നമാണ്. അതുകൊണ്ട് ലേലം വിളി അവസാനിപ്പിച്ച് ഇനി തൂക്കി വിൽക്കാൻ വേണ്ടി മാലിക് തീരുമാനിക്കുകയാണ്. ആ രംഗമാണ് ഇനി കവി പറയുന്നത്. അങ്ങനെ മരുതകമുത്ത് നബിയാരി വാങ്ങാൻ അസീസെന്ന് കരുതിയ പോലെ മാലിക്കോട് ചാറ്റിയേ പരിമളമിസ്കും വൈരവും തങ്കം ഓരോ തട്ടിൽ മറുപുറമാറ്റൽ നബിയെയും കേറ്റിയേ മറുപുറമാറ്റൽ നബിയെയും കേറ്റിയേ. അങ്ങനെ മാലിക് പിന്നെ പ്രഖ്യാപനം നടത്തുകയാണ്. ഈ പ്രഭുക്കളായ രാജാക്കന്മാരിൽ ഇനി ആരാണ് ഇദ്ദേഹത്തിനെ തൂക്കി വിൽക്കുകയാണ്. അതുകൊണ്ട് തൂക്കി വിൽക്കാൻ ധൈര്യമുള്ള, അതിനെ സന്നദ്ധതയുള്ള ആളുകൾ മുമ്പോട്ട് വരണമെന്ന് പറഞ്ഞ് മാലിക് അനൗൺസ്മെൻ്റ് ചെയ്തപ്പോൾ അവിടുന്ന് ആദ്യമായി കടന്നു വരുന്നത് മിസ്റിൻ്റെ അധിപനായ അസീസ് രാജാവ്, അതുപോലെ തന്നെ റയ്യാൻ ബിൻ വലീദ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ മഹാനുഭാവൻ ഇതാ കടന്നു വരുന്നു മുമ്പിലേക്ക്. എന്ന് മാത്രമല്ല, അരമേനിലെ പിന്നൊരു മാറ്റം കാണാ സബബാലെ അരിമനപൂവത്തൂടെ ഭാരം കൂടി ഖജാനകൾ സർവ്വതുമിട്ട് മുടിത്തിട്ടും തൂക്കമാം. അതാ അങ്ങനെ അസീസ് രാജാവ് മുമ്പോട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല, തുലാസിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഇരുത്തുകയാണ്. യൂസുഫ് നബിക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പ് ചെയ്ത പ്രത്യേകമായ തുലാസാണ്. നിങ്ങൾ വിചാരിച്ച മീൻ വാങ്ങിക്കൊടുക്കണം, മീൻ തൂക്കി കൊടുക്കണ തുലാസല്ല. ഏതായാലും ആ തുലാസിൽ ഇരുത്തി മറ്റേ തട്ടിലതാ മഹാനായിരിക്കുന്ന മിസ്റിൻ്റെ അധിപനായ അസീസ് രാജാവ്
അതാ താൻ കാണാൻ വന്നപ്പോൾ കൊടുന്നിരുന്ന എല്ലാ ഖജാനയിൽ നിന്നും ചാക്ക് കണക്കിന് സാധനങ്ങൾ, അതായത് വൈരം തങ്കം അതൊക്കെ കൊടുന്നുകൊണു, അതൊക്കെ അതാ മറുതട്ടിൽ ഇടാൻ തുടങ്ങി. മാത്രമല്ല മറുതട്ടിൽ ഇട്ടു എന്ന് മാത്രമല്ല, പരിമളമിസ്കും വൈരവും തങ്കം ഒരു തട്ടിൽ മറുപുറമാറ്റലി നബിയെയും കേറ്റിയേ. ഹരിമനുഭൂവത്തൂടെ ഭാരം കൂടി ഖജാനകൾ സർവ്വതുമിട്ട് മുടിത്തിട്ടും തൂക്കമാ. അങ്ങനെ ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഇരുത്തിയിരിക്കുന്നു. മറുതട്ടിൽ അസീസ് രാജാവിൻ്റെ ഖജാന മുഴുവനും, കൊടുന്ന ഖജാന മുഴുവനും കാലിയാകാൻ പോകുകയാണ് ഒരു തട്ടിലിട്ടുകൊണ്ട്. ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പൊങ്ങുന്നില്ല. യൂസുഫ് നബി ഇരിക്കുന്ന തുലാസിൻ്റെ തട്ട് പൊങ്ങുന്നില്ല. എന്താണ് കാരണം? അതിനുഭവത്തിൻ്റെ കനം കൊണ്ട് അത് പൊങ്ങുന്നില്ല. അത് കാരണം അസീസ് രാജാവ് കൊടുന്ന മുഴുവൻ, അവിടെ ഖജനാവിൽ വീട്ടിൽ കുറേ ഉണ്ടെങ്കിലും കൊടുന്നതൊക്കെ എന്തായി? കാലിയായി. ആ സമയം ഇത് കണ്ടു നിന്ന മാലിക്ക്, കുട്ടിയെ വിൽക്കുന്ന മാലിക്ക് എന്ത് പറഞ്ഞു എന്നറിയുമോ? അരമനി നിലപ്പിന്നൊരു മാറ്റം കാണ സബബാലെ പിറകുടൻ മാലിക്കിത് മതി ഭാരമാ. അരമനിലപ്പിന്നൊരു മാറ്റം കാണ സബബാലെ പിറകുടൻ മാലിക്കിത് മതി ഭാരമാ. മാലിക് അവിടുന്ന് പറയുകയാണ് അസീസ് രാജാവിനോട്, ഇനി വേണ്ട, നിങ്ങൾ സമ്പത്ത് കൊടുന്നത് ഇത് മതി, എനിക്ക് ഇതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. ഇനി മതി, യൂസുഫിനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അതാ അസീസ് രാജാവിനെ വിൽക്കുകയാണ്. അങ്ങനെ ലോകത്താദ്യമായി മുതൽ മതി എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ മിസ്റുവാസക്കാരനായ മാലിക്കാണ്. ഏതായാലും അവിടുന്ന് അങ്ങനെ പടി വിമികത്തിട്ടില്ലെങ്കും പുന്നാര കന്നിയായ അടിമയെ ഞാൻ നിന്നു മൈകൾക്ക് തീർവിറ്റേ. മനമരിവേറും അസീസിന്നാധാരം കുറിത്തപ്പോൾ മണിമലരാളിൽ ഉളം സുറൂറായിട്ടേ. വടിവ് മികത്തിട്ടിലങ്കും പുന്നാര കനിയായ അടിമയെ ഞാൻ ഇന്നുമൈകൾക്ക് തീർവിറ്റേ. ഞാൻ ഇത്രയും കാലം പോറ്റി വളർത്തിയ, എനിക്ക് കച്ചവടത്തിന് പോയപ്പോൾ കന്നാനിൽ നിന്നും ലഭിച്ച നിധി എനിക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ലെങ്കിലും ആ നിധിയെ ഞാനിതാ നിങ്ങൾക്ക് തീർവിറ്റിരിക്കുന്നു. ഈ സ്വർണത്തിന് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് മാലിക് അങ്ങോട്ട് മൊഴിഞ്ഞ സമയം അവിടെ ആരുടെ മനസ്സാണ് ഇളകിമറിഞ്ഞത് എന്നറിയണ്ടേ? അത് മറ്റാരുടെയും മനസ്സല്ല. ഇത്രയും കാലം തന്നെ സ്വീപ്പാക്കിയ സുന്ദര രൂപം, സ്വപ്നത്തിൽ വന്ന സുന്ദര രൂപം ആരാണോ കണ്ടത്, അഥവാ സുലൈഖയുടെ മനസ്സാണ് അവിടെ കോരിത്തെരിച്ചിരിക്കുന്നത്. കാരണം അടിമയെ വാങ്ങിയിരിക്കുന്നത് സുലൈഖയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവായിരിക്കുന്ന അസീസ് രാജാവാണ്. അങ്ങനെ ഉടനെ പറന്ന് അസീസോട് രാജാവുമൈകളെ വടുവരിലൊട്ട് വിവരങ്ങൾ ചോദിപ്പാൻ ഒരു തടവനിൽ അനുവദിക്കേണം. അതിനപ്പോൾ ദുരവിട നൽകി മാലിക്കിൽ സംസാരിപ്പാൻ. എന്താ പറഞ്ഞത്? അങ്ങനെ അസീസ് രാജാവിന് ആധാരം എഴുതിക്കൊണ്ട് യൂസുഫിനെ വിറ്റപ്പോൾ ഇപ്പോൾ അസീസ് രാജാവിൻ്റെയാണ് മുതൽ. മാണിക്കക്കല്ല് ഇപ്പോൾ അസീസ് രാജാവിൻ്റേതായിരിക്കുന്നു. ആ സമയം മാലിക് അസീസ് രാജാവിനോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വിറ്റിരിക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ഈ അടിമയെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി ഈ അടിമയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, അതിന് നിങ്ങൾ അനുവാദം തരണം എന്ന് പറഞ്ഞു. ആ സമയം മാലിക്കിനോടതാ പറയുകയാണ്, ബടിവുടെ തങ്കപ്പായലെ നീ ആരെന്നീലൊരു തടവുരയാമെന്നൊരത്തുതൈ ഓർക്കുന്നേ. മമതമിലുന്നി മതഗർവിനീതറിടമിൽ ഞാൻ നബി യഅ്കൂബെ മകൻ യൂസുഫാണെന്നേ. മാലിക്കിനോട് പറഞ്ഞു അസീസ് രാജാവ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളിയും, അതിന് ഞാൻ അനുവാദം തന്നിരിക്കുന്നു.
ഈ സമയം മാലിക് കുട്ടിയോട് ചോദിക്കുകയാണ്. ഇത്രയും തൻ്റെ കാലം തൻ്റെ കൈവശം വെച്ച ചുറുചുറുക്കുള്ള യുവാവായ ആ വ്യക്തിയോട് മഹാനായ മാലിക് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണ്? ഇതായിരുന്നു ചോദ്യം. മാത്രമല്ല ആ സമയം അദ്ദേഹം പറയുകയാണ്, മമതമിലുന്നി മതഗർവിനീതറിടമിൽ ഞാൻ നബി യാക്കൂബേ മകൻ യൂസുഫാണെന്നേ. ഉടനെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് മാലിക്കിനോട് പറയുകയാണ്, ഞാൻ മിസ്റിലെ കൻആനിലെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പുത്രനായ യൂസുഫാണെന്നങ്ങോട്ട് പറയേണ്ട താമസം മാലിക്കഥ ഇടനെഞ്ച് പൊട്ടുകയാണ്. മാലിക്കിൻ്റെ ഉടലിത് കേട്ട് വിറത്തുടൻ മാലിക്കാളുതാറ്റ് പതുമതിയാരെ എന്നിൽ അറിയാഞ്ഞിട്ടേ.